ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാ നമ്മൾ ഇന്നാണ് അങ്കണവാടി കുട്ടികളുടെ സെൻഡ് ഓഫ് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അത് എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. 31-ാം തീയതി എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവരുടെ യാത്രയയപ്പാണ് ഇന്നത്തെ ഫങ്ഷന്. അപ്പോൾ ഇവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളുടെ സെൻഡ് ഓഫ് ആയിട്ട്. പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, എല്ലാവരും വരി. നമ്മുടെ ഇവിടെ ക്ലബ്ബുകാരാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ബലൂണൊക്കെ വെച്ചിട്ട് വരാന്തകളിലൊക്കെ ബലൂണൊക്കെ വെച്ച് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഉണ്ട് കേട്ടോ ഇവിടെ, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതാ വാതിലിന് തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ ക്ലബ്ബുകാരാണ് ചെയ്തു തന്നിട്ടുള്ളത്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, അവരാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മുന്നേ പഠിച്ചു പോയ മക്കൾക്ക് എന്താ ഹാജർ കൂടുതലുള്ള കുട്ടികൾക്ക് സമ്മാനം വിതരണമുണ്ട്. പിന്നെ പോഷന്മാർ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ അമ്മമാർ പങ്കെടുത്തിരുന്നു, അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് ഇന്ന്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പായസം വെക്കുന്നുണ്ട്. നമ്മൾ പായസം വെക്കാൻ നമ്മൾ റസിയപ്പോൾ വരും. റസിയാണ് പായസം വെക്കുന്നത്. എല്ലാ വർഷവും നമ്മുടെ അംഗൻവാടിയിൽ റസിയാണ് പായസം വെക്കാറുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവളാണ് വെക്കുക. നിങ്ങൾക്ക് മുന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം മുന്നുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാണെന്ന് റസിയ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ മാത്രമേ അംഗൻവാടിയിൽ എത്തിയിട്ടുള്ളൂ. 8 മണിയല്ലേ ആയിട്ടുള്ളൂ. നേരത്തെ എത്തിയതാണ്. പായസം കാര്യങ്ങളൊക്കെ വെക്കണം. അമ്മമാരും കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാ പണികളും ഒരുക്കണമല്ലോ. അപ്പോൾ എന്താ, ഇനിയിപ്പോൾ പഴയ കുട്ടികൾ പോവുകയാണ്, പുതിയ മക്കൾ വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ രാവിലെ 9:30 to 3:30 വരെ ഈ മക്കളടുത്താണ്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ പിന്നെ മറ്റ് ഒഴിവ് ദിവസങ്ങളിൽ വേറെ നമ്മൾ CL ലീവ് എടുക്കുന്ന അന്ന് മാത്രമേ ഈ കുട്ടികളായിട്ടുള്ള ബന്ധം ഇല്ലാതിരിക്കുള്ളൂ. മക്കളടുത്ത് നിന്ന് പിന്നെന്താ പറയുക, മക്കളടുത്ത് നിന്ന് എന്താ പറയുക, ഒരു ദിവസം സൺഡേ ആണെങ്കിൽ പോലും നാളെ അങ്കണവാടിയിൽ പോകണമല്ലോ, നമ്മുടെ ജോലി ചെയ്യണമല്ലോ, അങ്ങനെയുള്ളൊരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ റസിയ വന്നിട്ടില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു, നീ എത്തിയോന്ന് ചോദിച്ചിട്ട്. ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളാണ് പായസത്തിൻ്റെ ആള്. അപ്പോൾ അവളെ വന്നിട്ട് പരിചയപ്പെട്ടിട്ടോ. അപ്പോൾ ഇതാണ്, ഇത്രയും അലങ്കരിച്ചിട്ടുണ്ട് നമ്മളിവിടെ. ബലൂണുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രണ്ട് വാതിലാണിത്. വാതിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വാതിലിന് കയറിനോട്ട് ഇങ്ങനെ തോരണങ്ങൾ ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സൗണ്ട്. അപ്പോൾ എല്ലാവരും വരും, നമുക്ക് റസിയാനെ കാണാം, പായസം വെക്കണമൊക്കെ ഒന്ന് കാണാം, മക്കളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ദാ 8 മണിയായപ്പോഴത്തേന് നമ്മൾ റസിയ പായസം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും റസിയും 8 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനങ്ങൾ, കുറച്ച്. അപ്പോൾ ദാ നമ്മൾ പായസം ഉണ്ടാക്കാൻ സേമിയൊക്കെ ഇങ്ങനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ റസിയ സേമിയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് ഇന്ന് ഇവിടെ. എന്തായാലും എങ്ങനെ മഴ പെയ്താല് സേമിയ വറുത്തുകാണ്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. ഗ്യാസുമലാണ്. ഞങ്ങൾക്ക് വിറകടുപ്പില്ല, അംഗനവാടിയിൽ ഗ്യാസാണ്. റസിയ നല്ല വറുക്കലാണ്. എല്ലാ പ്രാവശ്യം റസിയാണ് പായസം വെക്കുക. അപ്പൊ റസിയ വയ്ക്കങ്ങൾ അംഗനവാടിയിൽ വെറും റസിയാണ്. ഞങ്ങൾക്ക് റസിയാനെ മതി. എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ വരും. പായസമൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാനും അറിയും, വെക്കും ചെയ്യും.
8 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തിയില്ലേ. അപ്പോൾ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിച്ച് 8 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തണമെങ്കിൽ എല്ലാവരും ഒന്നും അങ്ങനെ എത്താൻ കഴിയുന്ന ആൾക്കാരുണ്ടാവില്ല. ഏതായാലും പായസം ഇപ്പോൾ റെഡിയാവും, കുട്ടികളിപ്പോൾ വരും. അപ്പോൾ സാബൂനരിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. സേമിയും സാബൂനരി. ആ പാലൊക്കെ ഞങ്ങൾക്ക് പാരാനാ റസിയ? ഇതെപ്പോഴാകെ റസിയ പാവൂലേ? അപ്പോൾ അതാ നമ്മളെ പായസം റെഡിയായി. കുറച്ചും കൂടി ഉള്ളാകാൻ പായസം റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ പറയണേ പായസം മധുരം വേണ്ട. അപ്പൊ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മധുരം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിതിങ്ങനെ കഴിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ കഴിക്കുമ്പോൾ അവരൊക്കെ പറയാണ് മധുരം കഴിക്കണ്ട, മധുരം കഴിച്ചാൽ എന്താ പറയാ മയക്കുണ്ടാവും എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മൾ റസിയ പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പോകായതുകൊണ്ട് അപ്പൊ അതൊക്കെ പൊട്ടിക്കണ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് മിൽക്ക് മേഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ടിന്ന് തുടച്ച് കൂട്ടുകയാണ്. തുടച്ച് നക്കി നക്കി അങ്ങനെ കഴിക്കും ഞാൻ. അപ്പം എന്നോട് പറയാണ് പിന്നെ അത് കഴിച്ചാൽ ലഹരിയാകും, മത്താകും എന്നൊക്കെ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഴിക്കാൻ. എന്താണെന്നറിയില്ല, എനിക്ക് ലഡു, മിഠായി, പായസം, ഇതുപോലുള്ള മിൽക്ക് മേഡ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കഴിച്ച് കഴിച്ച് എനിക്ക് വല്ല അസുഖം വരുമോ എന്ന് പോലും എനിക്ക് പേടിയാണ്. പക്ഷേ മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു ഹരമാണ് കേട്ടോ. എത്ര കിട്ടിയാലും എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കും. അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതാ എന്താ പറയുക, പായസം ഇങ്ങനെ എന്താ ഇളക്കിയും കൊണ്ട് നിൽക്കുകയാണ്. ഞാനും തന്നെ റസിയാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പായസം ഇങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ കുറേ സമയമായിട്ട് പായസം ഇളക്കി 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 അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവളെ അങ്ങനെ ക്ഷീണിപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മളും കുറച്ച് സഹായിക്കേണ്ട വിചാരിച്ച് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുക. ഉണ്ടായത് ഭാഗ്യം. ഈ ചട്ടി ഇളക്കി കുടിച്ചോക്കണം. കുടിച്ചോക്കണം, ടേസ്റ്റ് നോക്കിക്കണേ. സൂപ്പർ. മധുരം കുറവാ. എത്ര കൊല്ലായില്ലേ ഇവിടെ ഈ പായസം തുടങ്ങിട്ട്. അംഗനവാടി കുട്ടികൾക്കാണ് ടീച്ചർക്ക് ഈ മധുരം ഇഷ്ടം. ഈ മധുരം വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് മുറിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും പായസ വിതരണം കഴിഞ്ഞ് ഇത്രയാണ് കേട്ടോ കൂട്ടുകാരെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ സെൻഡ് ഓഫ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതാണ് നമ്മളെ തങ്കച്ചേച്ചി ട്ടോ. അപ്പോൾ വീഡിയോ എത്രയുണ്ട്? ചാച്ചാ.